പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE സൂപ്പർ സ്റ്റാറായ നട്ടാലിയ എന്ന വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാർ ഒരു ആരാധകനെ ആക്രമിച്ചതിനെ സംബന്ധിച്ചാണ്. നട്ടാലിയ ഇന്ന് കഴിഞ്ഞ NWA എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സ്പെഷ്യൽ ഇവൻറ്റിൽ പങ്കെടുത്ത താരം അവിടുത്തെ വുമൻസ് ചാമ്പ്യനെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പേജ് എന്ന് പറയുന്ന അവിടുത്തെ വുമൻസ് ചാമ്പ്യനെ ചലഞ്ച് ചെയ്ത നട്ടാലിയ മത്സരത്തിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഒരു ആരാധകനുമായിട്ട് ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുകയും തുടർന്ന് ആ ആരാധകൻ്റെ മുഖത്തേക്ക് നട്ടാലിയ അടിക്കുന്നതുമായിട്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വൈറലായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് NWA സ്റ്റോറി ലൈൻ്റെ ഭാഗമാണെന്നുള്ള റിപ്പോർട്ടുകളും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. നട്ടാലിയ ഇപ്പോഴും WWE കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്. WWE ഇപ്പോൾ അവരുടെ കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സിനെ മറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ വിട്ട് മത്സരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലാണ് വെറ്ററൻ റെസ്ലറും വുമൻസ് ഡിവിഷനിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലേബലുമുള്ള നട്ടാലിയ NWA എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയിൽ പോയിട്ട് അവിടുത്തെ ചാമ്പ്യനെ ചലഞ്ച് ചെയ്തത്. എന്തായാലും ഈ ഒരു മത്സരം വൈകാതെ യൂട്യൂബ് ചാനലിലൂടെ NWA പുറത്തേക്ക് വിടും എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ട് തന്നെ നട്ടാലിയ ഇനിയും NWAയിലെ സ്റ്റോറി ലൈനുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ക്രൗഡ് NWA ഷോ കാണാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രൗഡിന് പിറകിൽ നട്ടാലിയ എന്ന റെസ്ലറിൻ്റെ ഒരു മത്സരം കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും തന്നെയായിരുന്നു സോൾഡ് ഔട്ട് ആകാൻ കാരണം എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ട്രിപ്പിൾ എച്ച് വന്നതിന് ശേഷം WWE കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സിന് മറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള വലിയ അവസരം കൊടുത്തത് മറ്റുള്ള റെസ്ലിംഗ് കമ്പനി വളരാനും WWE റെസ്ലേഴ്സിന് മറ്റ് കമ്പനികളിൽ പോയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടാനും വലിയ കാരണമാകുന്നുണ്ട് എന്നുള്ളതും കൂടി കൂട്ടിച്ചേർക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന AEWൻ്റെ കൊളീഷൻ എന്ന് പറയുന്ന വീക്കിലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. കൊളീഷൻ യഥാർത്ഥത്തിൽ 2 മണിക്കൂറാണ് നടക്കേണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കൊളീഷൻ 90 മിനിറ്റുകൾക്ക് ശേഷം അമേരിക്കയിൽ ചാനലുകളിൽ നിന്ന് പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഷോ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് ദ റോക്ക് അഭിനയിച്ച ബ്ലാക്ക് ആദം എന്ന് പറയുന്ന ആ ഒരു സിനിമ പെട്ടെന്ന് ആ ഒരു ചാനലിൽ എയർ ചെയ്തു എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. AEW ആരാധകർ തന്നെ ഈ ഒരു തീരുമാനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. AEWൻ്റെ ഓണറായ ടോണി ഖാൻ പറയുന്നുണ്ട് ഇത് എന്തോ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം മൂലം വന്നതാണ്, ഇതിൻ്റെ ഒരു റിപ്പീറ്റ് ഉടനെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ആരാധകരെ ശാന്തരാക്കുവാൻ മാക്സിമം ടോണി ഖാനും AEW മാനേജ്മെൻറ്റും ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ഈ ഒരു ഷോ അവസാനിച്ചതും അഡ്വർടൈസ് ചെയ്ത മത്സരങ്ങൾ കാണാൻ സാധിക്കാതിരുന്നതും AEWന് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊളീഷൻ വീക്കിലി എപ്പിസോഡിലൂടെ സമ്മാനിച്ചിട്ടുണ്ട്. അതിലുപരി AEWയിൽ നടന്ന മത്സരത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. അതായത് 2 വുമൺ റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അന്ന ജെ എന്ന് പറയുന്ന റെസ്ലർ റിംഗിലേക്ക് വരുന്നു. അതിനുശേഷം എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഫോട്ടോസ് മാത്രം കാണിച്ചു തരാം. വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ. ഇത്തരത്തിലുള്ള സീനുകളാണ് AEWയിൽ അവർ തുടർന്നും കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോഴുള്ള വ്യൂവർഷിപ്പും AEWന് കുറയാൻ കാരണമായേക്കും. AEWയിൽ ഇങ്ങനെയാണോ അവർ ഷോകൾ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു സംശയമാണ്. പ്രത്യേകിച്ച് വുമൻസ് ഡിവിഷന് വലിയ പ്രാധാന്യമൊന്നും AEWയിൽ അവർ കൊടുക്കാറില്ല. ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് AEW വുമൻസ് ഡിവിഷന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പങ്കുവെക്കാനുള്ളത്. ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ട് മറന്നുപോയ ആ ഒരു മൊമെൻറ്റ്സാണ് ഇപ്പോൾ AEW തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് റിയൽ റെസ്ലിംഗ് എന്ന് പറഞ്ഞ് അവർ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത് എന്നും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും AEW കൊളീഷൻ ഇന്നത്തെ ഈ ഒരു ദിവസം അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിന ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന എതിരാളി ഡിസംബറിൽ കളിക്കാൻ പോകുന്ന റിട്ടയർമെൻറ്റ് മാച്ചിൽ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചോദ്യം നേരിട്ടപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ് റാൻഡി ഓർട്ടനെതിരെ ഇനി താൻ മത്സരിക്കില്ല എന്നുള്ളത് ജോൺ സിന തുറന്നു പറഞ്ഞിരിക്കുന്നു. റാൻഡി ഓർട്ടനുമായിട്ടുള്ള 25 വർഷത്തോളം നീണ്ടുനിന്ന റൈവൽറി അത് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നു. ഇനിയൊരു മത്സരത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് റാൻഡി ഓർട്ടനെതിരെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് കളിച്ച് അവസാനിപ്പിക്കാനുള്ള സാധ്യതയെ സംബന്ധിച്ച് ജോൺ സിന പറയുന്നുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ ഒരു പേര് ജോൺ സിനയുടെ അവസാന എതിരാളി ആയിട്ട് വരും എന്നുള്ളതിൽ നിന്ന് നമുക്ക് മാറ്റിക്കളയാം. ജോൺ സിന പറയുന്ന മറ്റൊരു പോയിൻ്റ് ഉണ്ട്, ഒരൊറ്റ തവണ ഒരു റെസ്ലറിനെ നേരിടാനാണ് താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ജോൺസിനെ നേരിട്ട സൂപ്പർ സ്റ്റാർസിനെ നേരിടാൻ താല്പര്യമില്ല എന്നുള്ളതും കൂടി ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഒരു 100% ജോൺസിനെ പറയുന്നത് നടക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം കോഡി
കോഡി റോഡ്സിനൊരു റീമാച്ചിൻ്റെ സ്കോപ്പ് ഉണ്ട്. കോഡി തന്നെ ജോൺസണയുടെ കയ്യിൽ നിന്ന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ജോൺസണയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ജോൺസനെ പങ്കുവെക്കുന്നത് റാൻഡി ഓർട്ടനെതിരെ തൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് താൻ ഇനി കളിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു എതിരാളിയായിരിക്കും ജോൺസണയുടെ അവസാനത്തെ റിട്ടയർമെൻറ്റ് മാച്ചിൽ വരാൻ പോകുന്ന ഒരു എതിരാളി. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ജോൺസനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുന്നത് ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ട് WWE ഓഗസ്റ്റ് മാസത്തിൽ നടത്തുന്നുണ്ട്. ആ ഒരു ഇവൻറ്റിന് മുൻപുള്ള 3 സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ഇപ്പോൾ ജോൺസണയെ അഡ്വർട്ടൈസ് ചെയ്യുന്നുണ്ട്. WWE തന്നെ ഔദ്യോഗികമായി അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ ജോൺസന ഉണ്ടായിരിക്കും എന്നുള്ളതും അതിന് മുൻപുള്ള സ്റ്റോറി അത് കൃത്യമായിട്ടൊരു എതിരാളിയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറി ജോൺസനെ ചെയ്യുമെന്നുള്ളതും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിന് ശേഷവും ആക്റ്റീവായി തന്നെ WWEയിൽ വീക്ക്ലി എപ്പിസോഡുകളിൽ വന്ന് സ്റ്റോറി ചെയ്യുന്ന ജോൺസണയുടെ സെഗ്മെൻറ്റുകളായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുക. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് ജോൺസനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.